നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ടി വന്ന F-35 യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഊഹാപോഹങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത് സാധാരണ നടപടി മാത്രമാണ്, അല്ലാതെ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധസമാനമായ സാഹചര്യവുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ അടിയന്തരമായിട്ടുള്ള ഈ ഒരു ലാൻഡിങ്ങുമായി ബന്ധമില്ലെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. കേരള തീരത്ത് നിന്ന് 100 നോട്ടിക്കൽ മൈൽ, അതായത് ഏകദേശം 185 കിലോമീറ്റർ അകലെ നങ്കൂരമിട്ട HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന F-35 വിമാനമാണ് ശനിയാഴ്ച രാത്രി തിരുവനന്തപുരത്ത് ഇറക്കിയത്. പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങിയത്. എന്നാൽ ഇതിന് ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി യാതൊരു തരത്തിലുള്ള ബന്ധമില്ലെന്നാണ് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി കടലിൽ 36,000 അടിയോളം പറന്നുയർന്ന വിമാനത്തിനെ പ്രതികൂല കാലാവസ്ഥ കാരണം തിരികെ കപ്പലിൽ ലാൻഡ് ചെയ്യാനായില്ല. ശക്തിയേറിയ കാറ്റും ഉയർന്ന തിരമാലയും മൂടൽമഞ്ഞും കാരണം വിമാനത്തിന് യുദ്ധക്കപ്പലിലെ ഫ്ലൈറ്റ് ഡെക്ക് കാണാനാകാത്ത അവസ്ഥയായിരുന്നു. പലതവണ വട്ടമിട്ട് പറന്ന ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടെയാണ് ഇന്ധനം തീർന്നത്. തുടർന്നാണ് ഏറ്റവും അടുത്തുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ക്യാപ്റ്റൻ മൈക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട് വിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങാനുള്ള അനുമതി ആവശ്യപ്പെടുകയായിരുന്നു. വിമാനത്താവള അധികൃതർ പ്രതിരോധ വകുപ്പിന്റെയും ഇന്ത്യൻ വ്യോമസേനയുടെയും പ്രത്യേക അനുമതിയോടെ F-35 റൺവേയിൽ ഇറങ്ങാൻ സൗകര്യമൊരുക്കി. അടിയന്തര സാഹചര്യം പ്രഖ്യാപിച്ച് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയാണ് യുദ്ധവിമാനത്തെ ലാൻഡ് ചെയ്യിപ്പിച്ചത്. ഇത്തരത്തിലുള്ള പല നീക്കങ്ങളും പലപ്പോഴും സംഭവിക്കാറുണ്ട്. പല വിമാനത്താവളങ്ങളിലും അടിയന്തരമായി പല വിമാനങ്ങൾക്കും ലാൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ സാങ്കേതിക തകരാർ മൂലമോ ചിലപ്പോൾ കാലാവസ്ഥാ മാറ്റത്തിൽ ഉണ്ടാകുന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ അടിയന്തരമായി അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ചിലപ്പോൾ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളങ്ങളിൽ ലാൻഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അന്താരാഷ്ട്ര യാത്രകളിലൊക്കെ തന്നെ മറ്റുള്ള രാജ്യങ്ങളുടെ വിമാനത്താവളങ്ങളിലും ചില വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ അനുമതി തേടുകയും ചില വിമാനങ്ങൾക്ക് അനുമതി നൽകുകയും ചെയ്യാറുണ്ട്. ഇതും അത്തരത്തിലൊരു സംഭവം തന്നെയാണ്. രാത്രി 9:30 വിമാനം തിരുവനന്തപുരത്ത് സുരക്ഷിതമായി എത്തിച്ചത്. തുടർന്ന് ഞായറാഴ്ച അവിടെ നിന്ന് വിമാനത്തിൽ ഇന്ധനം നിറച്ചു. ഇതിനുശേഷം പ്രതിരോധ വകുപ്പിന്റെയും ഇന്ത്യൻ വ്യോമസേനയുടെയും പരിശോധനകൾ നടത്തി. എന്നാൽ സാങ്കേതിക തകരാറുള്ളതിനാൽ അത് പരിഹരിച്ച ശേഷമാകും വിമാനത്തിന്റെ മടക്കയാത്ര. വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സാങ്കേതിക വിദഗ്ധരുമായുള്ള ബ്രിട്ടീഷ് ഹെലികോപ്റ്റർ ഞായറാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും അത്യാധുനികമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് അമേരിക്കൻ നിർമ്മിതമായ F-35. യുദ്ധങ്ങളിലെല്ലാം തന്നെ ഏറ്റവും മുൻപിലുള്ള യുദ്ധവിമാനമാണ് F-35. പലപ്പോഴും ഇവിടെ അടക്കം F-35 പല സാങ്കേതിക കഴിവുകളെ കുറിച്ചിട്ടുള്ള ചർച്ചകളും നടക്കാറുണ്ട്. സഖ്യകക്ഷികൾക്ക് പുറമെ ഇന്ത്യക്കാരും F-35 നൽകാൻ തയ്യാറെന്ന് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു. ഇലക്ട്രോണിക്സ് വാർഫെയർ സംവിധാനം ഉൾപ്പെടുന്ന ബഹുതല പോർ വിമാനമാണിത്. അടിയന്തര സാഹചര്യമുണ്ടായാൽ സൈനിക അഭ്യാസത്തിനെത്തിയ യുദ്ധക്കപ്പലിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഇറങ്ങാനുള്ള അനുമതി നൽകണമെന്ന് ബ്രിട്ടീഷ് നാവികസേന നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതായി വിമാനത്താവള അധികൃതരും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെ 9:30 യുദ്ധക്കപ്പലിലെ ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥൻ വിമാനത്താവള അധികൃതർക്ക് സന്ദേശം കൈമാറിയത്. തുടർന്ന് എയർ ഡിഫൻസ് ക്ലിയറൻസിനും, അതായത് ADCയും മിലിറ്ററി ലൈസൺ യൂണിറ്റിനും ഈ വിവരം കൈമാറി. ഇവരുടെ അനുമതിയും ലഭിച്ചിരുന്നു. ഇക്കാര്യം നിലനിൽക്കെയാണ് രാത്രിയോടെ ഇന്ധനം കുറവായ യുദ്ധവിമാനത്തിന് തിരുവനന്തപുരത്ത് ഇറങ്ങാൻ അനുമതി കിട്ടിയത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബ്രിട്ടീഷ് F-35 ഫൈറ്റർ ജെറ്റ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് സാധാരണ സംഭവമെന്നും വ്യോമസേനയും അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം അറിയാമായിരുന്നെന്നും സുരക്ഷാ കാരണങ്ങളാലാണ് വിമാനത്തിന് സൗകര്യമൊരുക്കിയതെന്നും വ്യോമസേന അറിയിച്ചു. യുദ്ധവിമാനത്തിലെ പൈലറ്റ് മൈക്കിനെ കസ്റ്റംസ് ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് പുറത്തിറങ്ങാൻ അനുവദിച്ചത്. തുടർന്ന് പൈലറ്റിന്റെ സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കുന്നതിനായി കൊണ്ടുപോകാനായി വ്യോമസേന ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും വിമാനത്തിനടുത്ത് നിന്ന് പോകാൻ അദ്ദേഹം വിസമ്മതിച്ചു. തനിക്കൊരു കസേര വേണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. ഏറെ നേരം വിമാനത്തിനടുത്ത് കസേരയിട്ട് വിശ്രമിച്ചതിന് ശേഷമാണ് പൈലറ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം വിമാനത്താവളത്തിനുള്ളിലേക്ക് പോയത്.